വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ IC ബാലകൃഷ്ണൻ MLA ചോദ്യം ചെയ്തു. ആത്മഹത്യാക്കുറിപ്പിലെയും കത്തുകളിലെയും പരാമർശങ്ങളാണ് ചോദിച്ചറിഞ്ഞത്. നിയമനക്കോഴയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ പങ്കാളിയായിട്ടില്ല എന്നായിരുന്നു MLAയുടെ മറുപടി. നാളെയും ചോദ്യം ചെയ്യൽ തുടരും. പുത്തൂർവയൽ AR ക്യാമ്പിൽ ബത്തേരി DYSP അബ്ദുൽ ഷരീഫിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. NM വിജയന്റെ കത്തുകളിലെ പരാമർശവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രധാന ചോദ്യങ്ങൾ. എന്നാൽ ബാങ്കുകളിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകളിൽ പങ്കാളിയായിട്ടില്ല എന്നായിരുന്നു MLAയുടെ മറുപടി. അന്വേഷണവുമായി സഹകരിക്കുമെന്നും നീതിപൂർവമായ അന്വേഷണം നടക്കണമെന്നും IC ബാലകൃഷ്ണൻ. ഞാൻ അന്നും പറഞ്ഞല്ലോ, ഏതൊരു അന്വേഷണത്തിനും നേരിടാൻ തയ്യാറാണ്. നീതിപൂർവമായ ഒരു അന്വേഷണം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി ഞാൻ പ്രതീക്ഷിക്കുന്നത്. MLAയുടെ ചോദ്യം ചെയ്യൽ നാളെയും തുടരും. നേരത്തെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ആത്മഹത്യാ പ്രേരണാകുറ്റമാണ് 3 പേർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. അതേസമയം നിയമനക്കോടതിയിൽ 4മതൊരു പരാതി കൂടി ബത്തേരി DYSPക്ക് ലഭിച്ചു. കോളിയാടി സ്വദേശി ഐസക് താമരച്ചാലിലാണ് 10 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാരോപിച്ച് പരാതി നൽകിയിട്ടുള്ളത്. IC ബാലകൃഷ്ണൻ MLA, മുൻ DCC പ്രസിഡന്റ് PV ബാലചന്ദ്രൻ എന്നിവർ അടക്കമുള്ളവർക്കെതിരെയാണ് പരാതി. MLAയുടെ രാജി ആവശ്യപ്പെട്ട് CPIM ഈ മാസം 28-ന് ബത്തേരിയിൽ മനുഷ്യച്ചങ്ങല തീർക്കും. ഇതിന്റെ ഭാഗമായി 3 മേഖലാ ജാഥകളും CPIM സംഘടിപ്പിക്കും. 24 വയനാട്.